ഒരു കൊങ്കണി സ്റ്റൈൽ ക്രാബ് കറി. ഇത് അടിപൊളിയാണ്, ഞാൻ ആക്കിയതുകൊണ്ട് പറയല്ല. ഈ ക്രാബ് നമ്മൾ കഴിഞ്ഞ ദിവസം ഏഷ്യൻ ഷോപ്പിൽ പോയപ്പോൾ വാങ്ങിയതാണ്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഞാൻ ഡിന്നറാണ് ആക്കുന്നത്. ക്രാബ് കറിക്ക് മെയിനായിട്ട് വേണ്ടത് ഇങ്ങനത്തെ ചുവന്ന മുളക്, ഇച്ചിരി വാളംപുളി, പിന്നെ തേങ്ങ. ഇത് മൂന്നും കൂട്ടി നല്ലപോലെ അരച്ചെടുക്കണം. ഞാൻ ആക്ച്വലി ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ജിഞ്ചറും കൂടി ആഡ് ചെയ്ത് അരച്ചിട്ടുണ്ടായിരുന്നേ. ഈ റെസിപ്പിയിൽ നമ്മൾ ആദ്യം എണ്ണയൊന്നും ചേർക്കുന്നില്ല. ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ക്രാബും ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ജിഞ്ചർ ഏകദേശം ഇത്രയും ക്വാണ്ടിറ്റി ജിഞ്ചറാണ് ആഡ് ചെയ്തത്. ആ അരപ്പ് മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്തു. ആ മിക്സിയുടെ ജാർ കഴുകി ഇച്ചിരി വെള്ളം ഒഴിച്ചു. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം ബേസിക്കലി ആഡ് ചെയ്യണമെന്നില്ല, ക്രാബിൽ നിന്ന് തന്നെ വെള്ളം വന്നോളും. എന്നിട്ട് നല്ലപോലെ മൂടി വെച്ച് കുറച്ചൊരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ക്രാബിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം പുറത്തിറങ്ങിയിട്ട് നല്ലപോലെ ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഈ ഒരു സ്റ്റേജിൽ ഉപ്പും പുളിയും ഒക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ പുളിവെള്ളം ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് നാരങ്ങാനീര് ആഡ് ചെയ്തായിരുന്നു, പുളി കുറവായതുകൊണ്ട്. അതിനുശേഷം ക്രാബൊക്കെ തിരിച്ചിട്ടിട്ട് ഒന്നും കൂടി ബോയിൽ ചെയ്തെടുത്തു. ഇനി ഏറ്റവും മുകളിൽ എല്ലാം കറിയിലായി കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ഇവിടെ വെളിച്ചെണ്ണ ജർമ്മനിയിൽ കട്ടയായിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കട്ടയായിട്ടുള്ള ഇടുന്നത്. പിന്നെ ഈ ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ ക്രാബ് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നേ. പെപ്പർ, ടേമറിക്, ഉപ്പ്, നാരങ്ങാനീര് അത്രയും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. കൂട്ടത്തിൽ കുറച്ച് ചീര തോരനും ആക്കിയിട്ടുണ്ട്. ഇന്ന് ഡിന്നറിന് ചേട്ടായും വരുന്നുണ്ട്. യൂഷ്വലി ഡിന്നറിന് ഞങ്ങൾ ചോറ് കഴിക്കാറേ ഇല്ല, പക്ഷേ ക്രാബ് കറി ആക്കുന്നതുകൊണ്ടാണ് കേട്ടോ ചോറാക്കിയേക്കുന്നത്. പിന്നെ ഈ കറിയുടെ കൂട്ടത്തിൽ ഏറ്റവും ടേസ്റ്റ് നമ്മുടെ ബോയിൽഡ് റൈസ് തന്നെയാണ്. ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ആക്കിയത് കൊണ്ട് പറയുന്നതല്ല കേട്ടോ. ഇത് ഡിജയുടെ അമ്മയുടെ റെസിപ്പിയാണ്, കൊങ്കണി സ്റ്റൈൽ റെസിപ്പിയാണ്. പിന്നെ ഇത്ര കോൺഫിഡൻസോടെ ഞാനിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണം അത്രയ്ക്കും നല്ല ഫീഡ്ബാക്കാണ് ഡിജയും ചേട്ടായി എനിക്ക് തന്നത്. ഓൾസോ ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര അടിപൊളി ടേസ്റ്റായിട്ട് തോന്നി. കാരണം ആ ജിഞ്ചറിൻ്റെ ടേസ്റ്റ് പ്ലസ് മുകളിൽ നമ്മൾ ആ കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നതും എല്ലാം കൂടെ കൂടി ഈ ഗ്രേവി ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം കേട്ടോ. പിന്നെ ഇതേ കറി നമുക്ക് അയല വെച്ചിട്ടും ട്രൈ ചെയ്യാമെന്നാണ് ഡിജയുടെ അമ്മ പറഞ്ഞത്. നെക്സ്റ്റ് ടൈം അയല കിട്ടുമ്പോൾ ഞാൻ അയലയിലും ഇതൊന്ന് ആക്കി നോക്കുന്നുണ്ട്. ഞണ്ട് കറി റെഡി. ഇച്ചിരി ജിഞ്ചർ ടേസ്റ്റ് മുന്നേ നിൽക്കുന്ന ടൈപ്പ് കറിയാണ്. ഗ്രേവി മാത്രമാണ്. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. ഡിജി എനിക്ക് ചോറ് മൊത്തം കഴിക്കാൻ കൊതിയായിട്ട് വരാം. അതിൻ്റെ ക്രാബ് മീറ്റ് കുറച്ച് ഗ്രേവി മാത്രം കൂടി കഴിച്ച് നോക്കാം. സൂപ്പ് ശരിക്കും നല്ല ടേസ്റ്റ്. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ ഡിന്നർ കഴിക്കട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ക്രാബ് കറി ട്രൈ ചെയ്ത് നോക്ക്. ഗുഡ് നൈറ്റ്. So give it a try and stay tuned for more videos. Thank you. Bye bye.